ഹലോ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഓൾറെഡി അത് സെറ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ട് പോകാം കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ ഞാനത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത്രയും നാളായിട്ട് നടന്നില്ല, പക്ഷേ ഇപ്പം നടന്നു. അതാണ് സമയമാകുമ്പോൾ എല്ലാം നടക്കും. അപ്പോൾ നമ്മൾ വള്ളംകളി കാണാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ വള്ളംകളി മത്സരം തന്നെയാണ് ഈ താഴത്തങ്ങാടി വള്ളംകളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കറിയാം, നമ്മൾ നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പറ്റ മനുഷ്യരാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വള്ളംകളി എന്ന് പറയുന്ന ഒരു ഹരം തന്നെയാണ്. ഇപ്പോൾ ആറന്മുള, നെഹ്റു ട്രോഫി, ചമ്പക്കുളം വള്ളംകളി, അങ്ങനെ പല പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നടക്കുന്ന ഒരു വള്ളംകളിയാണ് ഈ താഴത്തങ്ങാടി വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ ചെന്ന സമയത്ത് ഓൾറെഡി എനിക്കൊന്ന് ചുണ്ടൻ വള്ളം, അങ്ങനെ പലതരത്തിലുള്ള വള്ളങ്ങളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണകളും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പൂരം കാണാൻ പോകാൻ, അതുപോലെ തന്നെ ഈ ആനയുടെ പുറകെ പോകാൻ വേണ്ടിയിട്ട്, ആന കുളിക്കുന്ന കാണാൻ പോകാൻ വേണ്ടിയിട്ട്, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് എത്ര ആഗ്രഹിച്ചാലും അത് നടക്കത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ വേറെ ഒന്നും വിചാരിക്കാറില്ല. എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ അപ്പം തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ആഗ്രഹം തോന്നിയാൽ അത് അപ്പം തന്നെ ചെയ്യും. ഇതാണിപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നു, നമ്മളെ സ്നേഹിക്കാനും എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും നമ്മളെ കഴിഞ്ഞ് മേലെ ചിലപ്പോൾ മറ്റൊരാൾക്കത് പറ്റിയെന്ന് വരില്ല. സോ നമ്മൾക്ക് പറ്റുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അത് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ, വഴി സൈഡിലെല്ലാം ഓരോ കച്ചവടക്കാരായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനും കുറേ എന്തെങ്കിലും കളിപ്പാട്ടം കുട്ടികളുടെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴി നോക്കി വെച്ചിരുന്ന ഒരു സാധനമാണ് കമ്പിളി നാരക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങ് വരെ നടന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്ന സമയത്ത് ഇവിടെ വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു, ഇതെന്താ ഇത്രയും തിരക്കൊന്നും അല്ലല്ലോ ഇവിടെ വരണ്ടേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത് അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന്. പിന്നെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് വരെ നടന്ന് ചെന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫൈനൽ കണ്ടിട്ടാണ് പോകുന്നത്. വിയ്യപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയ്യപുരം ചുണ്ടനാണ് ഫൈനലിൽ വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കാണാനും ഒക്കെ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ നമ്മുടെ കമ്പിളി നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.